പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ ഈസ്റ്ററൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ കുർബാനയ്ക്കൊന്നും പോയില്ല അല്ലേ? സാരമില്ല. ഇന്ന് പള്ളികളിലൊക്കെ ശരിക്കും നല്ലൊരു ശൂന്യത എന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ യാത്ര പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ വിശ്രമം കൊടുത്തോ പ്രിയ സഹോദരങ്ങളെ? കയറി പോവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ചോദിക്കണം. നാളെ തുടങ്ങി, ചൊവ്വാഴ്ച തുടങ്ങി നിർബന്ധമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ഒരു കുർബാന ഇല്ലാത്ത ഒരു ദിവസമില്ല. സൂര്യൻ ഇല്ലാത്ത ഒരു പകൽ പോലെ കുർബാന ഇല്ലാത്ത, വേണമെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക്, പക്ഷെ കുർബാന ഇല്ലാത്തൊരു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് കുർബാനയ്ക്ക് പോകാത്തതിൻ്റെ ഒരു മനസാക്ഷിത്വമൊക്കെ ഇല്ലേ? അത് ഈശോ വേദനിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം 107:20. അവിടെ വചനം പറയാണ്, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചനത്തിൻ്റെ ശക്തിയാണ് സഹോദരങ്ങളെ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനം എല്ലാ ദിവസവും വചനം വായിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, എൻ്റെ അമ്മ അവർ 70 വയസ്സൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് അങ്ങനെ 70 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇഷ്ടമൊന്നുമല്ല. നിങ്ങളിനി ചോദിക്കാൻ നിൽക്കണ്ട, 70 വയസ്സ് കഴിഞ്ഞു പോലെ ആനിയച്ചിയേ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ. എല്ലാ ദിവസവും അമ്മയ്ക്ക് പിള്ളേരൊക്കെ പറഞ്ഞയച്ച് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രീ ടൈം കിട്ടുന്നത് ഉച്ചയ്ക്ക് 2 തൊട്ട് 3 വരെയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പം അപ്പസ്തോല പ്രവർത്തനമാണ് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും പ്രിയ സഹോദരങ്ങളെ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വചനം വായിക്കും. അത് ഡാനിയൽസിൻ്റെ ആ ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് വചനം വായിക്കാനുള്ള ഒരു സ്ഥിരമായ, അത് ഓഡിയോ ഇതൊന്നല്ല, കുത്തിയിരുന്ന് വചനം വായിക്കുക. ഇന്ന് ഈ ഒരു ആശീർവാദം നൽകുമ്പോൾ ദൈവമേ, അവിടുന്ന് തൻ്റെ വചനം വായിച്ചവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വചന വായനയുടെ ഒരു അഭിഷേകം സഹോദരങ്ങളെ നമ്മിൽ കത്തിപ്പെടാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാളെ തുടങ്ങി കുർബാനയ്ക്ക് പോകാനായിട്ട് മറന്നേക്കരുത്. ശരിക്കും വചനം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് കൂദാശകളുമായിട്ട് നമ്മെ ബന്ധപ്പെടുത്തും. കർത്താവേ, ഈ ഒരു അഭിഷേകം, കർത്താവേ, വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.